ബൈബിളിൽ പ്രതിപാദിക്കുന്ന വടക്ക് കിഴക്കൻ ഇസ്രായേലിലെ ഒരു ശുദ്ധജല തടാകമായ ഗലീലി കടൽ കഴിഞ്ഞ ദിവസം രക്തച്ചുവപ്പായി മാറിയ ദൃശ്യങ്ങളാണിത്. അത്ഭുതവും ഭയവും ഒരുപോലെ സമന്വയിച്ച ഈ വീഡിയോ നിമിഷങ്ങൾക്കുള്ളിൽ ലോകമെമ്പാടും പ്രചരിച്ചു. പലരും ഇതിനെ പുറപ്പാടിന്റെ പുസ്തകത്തിൽ പറയുന്നതുപോലെ മോശ തന്റെ കൈയിലെ വടികൊണ്ട് നൈൽ നദിയിലെ വെള്ളത്തിലടിക്കുന്നതും അത് രക്തമായി മാറുന്നതുമായി താരതമ്യം ചെയ്തിരുന്നു. ഇതൊരു ദുസ്സൂചനയാണെന്നും മനുഷ്യർക്കുള്ള മുന്നറിയിപ്പാണെന്നുമെല്ലാം ആളുകൾ സോഷ്യൽ മീഡിയ വഴി അഭിപ്രായപ്പെട്ടു. കാരണം യഹൂദമതം, ക്രിസ്തുമതം, ഇസ്ലാം എന്നിവയനുസരിച്ച് ഗലീലി കടൽ ഒരു സാധാരണ ജലാശയം മാത്രമല്ല, മതപരവും സാംസ്കാരികവുമായ പ്രാധാന്യം ഉൾക്കൊള്ളുന്ന നിരവധി സഞ്ചാരികൾ ദിനംപ്രതി എത്തിച്ചേരുന്ന ഇടം കൂടിയാണ്. എന്നാൽ ഗലീലി കടലിലെ ജലം രക്തച്ചുവപ്പായി മാറിയതിന് പിന്നിലുള്ള വ്യക്തമായ കാരണം ശാസ്ത്രജ്ഞർ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇസ്രായേൽ പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അഭിപ്രായത്തിൽ ജലത്തിലെ ചുവപ്പ് നിറം ഒരു അമാനുഷിക അടയാളമല്ല, മറിച്ച് ആഗോളതാപനം ഉയർന്നതിന്റെ ഫലമായി രൂപം കൊണ്ട ഒരു പ്രകൃതി പ്രതിഭാസമാണെന്നാണ് വെളിപ്പെടുത്തൽ. ക്രിസ്ത്യൻ വിശ്വാസപ്രകാരം യേശുക്രിസ്തു വെള്ളത്തിന് മുകളിലൂടെ നടന്നതായും കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയതായും ബൈബിളിലെ പുതിയ നിയമത്തിൽ കാട്ടുന്ന ഗലീലി യഥാർത്ഥത്തിൽ ഒരു കടലല്ല, സിറിയയുടെ അതിർത്തിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു തടാകമാണ്. ടൈബീരിയസ് തടാകം എന്നറിയപ്പെടുന്ന ഇതിനെ ഇസ്രായേലികൾ കിന്നറത്ത് തടാകം എന്നും വിളിക്കാറുണ്ട്. ഓഗസ്റ്റ് ആദ്യവാരത്തോടെയായിരുന്നു തടാകത്തിലെ ജലത്തിൽ ഈ നിറമാറ്റം കണ്ടു തുടങ്ങിയത്. നിരവധി സഞ്ചാരികൾ എത്തുന്ന ഇടമായതിനാൽ തന്നെ ആശങ്കകളും വളരെ വേഗത്തിൽ പടർന്നു. ഈ സാഹചര്യത്തിലാണ് ഇസ്രായേലിന്റെ പരിസ്ഥിതി മന്ത്രാലയം തന്നെ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. ബോട്രിയോകോക്കസ് ബ്രൗണി എന്നറിയപ്പെടുന്ന മൈക്രോ ആൽഗകളാണ് വെള്ളത്തിലെ ചുവപ്പ് നിറമുണ്ടാക്കിയതെന്ന് മന്ത്രാലയം പറയുന്നു. ശുദ്ധജലത്തിലും ഉപ്പുവെള്ളത്തിലും കാണപ്പെടുന്ന ഒരു മൈക്രോ ആൽഗയാണ് ബോട്രിയോകോക്കസ് ബ്രൗണി. ഉയർന്ന അളവിൽ എക്സ്ട്രാ സെല്ലുലാർ ഹൈഡ്രോ കാർബണുകൾ, പ്രത്യേകിച്ച് പെട്രോളിയത്തിൽ കാണപ്പെടുന്നതിന് സമാനമായ ബോട്രിയോകോസീനുകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് ഈ ആൽഗയ്ക്കുണ്ട്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ, പ്രത്യേകിച്ച് തീവ്രമായ സൂര്യപ്രകാശമേൽക്കുമ്പോൾ ബോട്രിയോകോക്കസ് ബ്രൗണി ജലത്തെ ചുവപ്പ് നിറമാക്കുന്ന ഒരു പിഗ്മെന്റ് ഉൽപ്പാദിപ്പിക്കും. ശക്തമായ സൂര്യപ്രകാശത്തോടുള്ള പ്രതികരണമായി ആൽഗകൾ പുറപ്പെടുവിക്കുന്ന ഈ സ്വാഭാവിക പിഗ്മെന്റ് അടിഞ്ഞുകൂടുന്നതാണ് വെള്ളത്തിന്റെ നിറവ്യത്യാസത്തിലേക്ക് നയിച്ചത്. ഇത് ഭയപ്പെടുത്തുന്ന തരത്തിൽ രക്തചുവപ്പായി കാണപ്പെടുമെങ്കിലും ഈ ആൽഗകളും അതിന്റെ പിഗ്മെന്റുകളും പൊതുവെ മനുഷ്യർക്കും മറ്റ് വന്യജീവികൾക്കും ദോഷമുണ്ടാക്കാറില്ല. കൂടാതെ നിറവ്യത്യാസം മൂലം വെള്ളത്തിൽ നീന്തൽ പോലുള്ള വിനോദ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതിൽ ആശങ്കയ്ക്ക് സ്ഥാനമില്ലെന്നും ജലം തീർത്തും സുരക്ഷിതമാണെന്നും ഇസ്രായേലിന്റെ പരിസ്ഥിതി മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്.